ഹലോ, ഇന്ന് ഈ വീഡിയോ പറയാൻ നമ്മൾ പഴനി പോവാട്ടോ. നമ്മളെ കാത്തൂൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും അമ്മയും അഖിലേട്ടനും പിന്നെ വാര്യതും കൂടി ഉണ്ടായിരുന്നേ. ഞങ്ങളാണെങ്കിൽ ഈ 1 വയസ്സിൽ വെട്ടാൻ നിന്ന് കേട്ടോ മുടി. പിന്നെ ഓണം കഴിയട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് അങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ ഇരുന്നതിന് ശേഷം നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നേ. പാലക്കാട് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അഖിലേട്ടനും വാര്യറും ബൂസ്റ്റാണ് കുടിച്ചത്. അച്ഛൻ ചായയും കുടിച്ചേ. നമ്മളൊരു കേക്കും കൂടി തിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെയും കുറേ ഇരുന്നതിന് ശേഷം നമ്മളിത് പഴനി എത്തിയിട്ടുണ്ടായിരുന്നേ. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ പട്ടിശല്യം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ പട്ടികൾ വന്ന് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ, പിറകെ. അങ്ങനെ ഞങ്ങൾ ആദ്യം റൂം അന്വേഷിച്ചാണ് നടന്നത്. ഞങ്ങൾ കൂടെ ഒരെണ്ണനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് റൂം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റൂമിൻ്റെ റേറ്റൊക്കെ വരുന്നത് 800 ഒക്കെ ആട്ടോ. നമ്മളെടുത്ത റൂം മേലെ ആട്ടോ, 2ാമത്തെ നിലയിലാണ്. അങ്ങനെ ഇവിടുത്തെ ലിഫ്റ്റൊക്കെ പറയുന്നത് ഭയങ്കര ഹൈടെക് ആട്ടോ. അതായത് പഴയ മോഡൽ ലിഫ്റ്റാണ്. നമ്മൾ തന്നെ ഡോറൊക്കെ അടയ്ക്കൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ റൂം എത്തിയിട്ട് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ഇറങ്ങിയത് കാത്തുന് മുടി വെട്ടാനാട്ടോ. ആദ്യം നമ്മളിവിടെ പോയിട്ട് ടോക്കൺ എടുക്കണേ. പിന്നെ നമ്മൾ മുടി മുറിക്കുന്നതിന് മുമ്പും മുറിക്കുന്നതിന് ശേഷമുള്ള റീലാക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ മുടി മുറിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അയാളാണെങ്കിൽ കുറേ പാടുപെട്ടു കേട്ടോ. കാത്തു ഭയങ്കര വാശിയായിരുന്നേ. വാശിയും കരച്ചിലും ഒട്ടും വിട്ടില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ മുടി മുറിച്ച് അയാൾക്ക് 110 രൂപയും ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടുത്തെ ഒരു അന്നം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വഴിപാട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴിപാട് എഴുതി തന്നിട്ട് 200 രൂപയും മേടിച്ചായിരുന്നേ. അങ്ങനെ നമ്മൾ റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതേ കാത്തൂൻ്റെ മുട്ട ചന്ദനം കൊണ്ട് അഖിലേട്ടൻ പൊതിഞ്ഞു കൊടുക്കുക കേട്ടോ. അഖിലേട്ടൻ എന്തോ കാശ് കൊടുത്ത് വാങ്ങിയല്ലേ എന്ന് വിചാരിച്ച് തോന്നി ഇത്രയും തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മേലെ പടിയേറി കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇറങ്ങിയത് നമ്മൾ മറ്റേ വണ്ടിയിലാട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. എനിക്ക് പണ്ടേ ഇത് കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞവണ പോയപ്പോൾ മറ്റേ വണ്ടിയിലാട്ടോ, തീവണ്ടിയിലാട്ടോ കയറിയിട്ടുള്ളത്. ഇതാണെങ്കിൽ പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇരിക്കാനും ഭയങ്കര പേടിയുണ്ട്. താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. ഇതിലാണെങ്കിൽ ഒരു ഇതിൽ 3 പേർക്കേ കയറാൻ പാടുള്ളൂ. അപ്പം ഞാനും അമ്മയും അച്ഛനും കാത്തു ഒന്നിൽ കയറി, അഖിലേട്ടനും വാര്യറും കൂടി ഒന്നിലാണ് കയറിയിട്ടുള്ളത്. നമ്മൾ പോകുമ്പോഴാണെങ്കിൽ ഇപ്പുറത്ത് കൂടി വരുന്നും ഉണ്ടായിരുന്നേ, മേലോട്ട് കയറി വരുന്നും ഉണ്ടായിരുന്നേ വണ്ടി. അങ്ങനെ നമ്മളിതേ താഴെ ഇറങ്ങിയിട്ട് നമ്മളിതേ ബസ്സിലാട്ടോ മുന്നിലേക്ക് പോകണത്. നമ്മൾ ഈ വണ്ടി ബാക്കിലാണ് കൊണ്ടുപോയിരിക്കണത്. അങ്ങനെ നമ്മൾ മുമ്പിലോട്ട് ബസ് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാട്ടോ. ഞങ്ങൾ പൂരിയും പിന്നെ അഖിലേട്ടനും വാര്യറും പൊടിദോശയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ മുട്ടച്ചിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മുട്ടച്ചിനെയും കൊണ്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്, റൂമും വെക്കറ്റ് ചെയ്തിട്ട്. ഇവിടുത്തെ അണ്ണന്മാരൊക്കെ ഭയങ്കര കാശിനോട് ആക്രാന്തം പിടിച്ചവരാന്ന് ഇപ്പം മനസ്സിലായേ, ഈ പഴനിയിലുള്ള ആൾക്കാർ മൊത്തം. അങ്ങനെ നമ്മൾ കുറേ നേരം ഉറങ്ങിയൊക്കെ ചെയ്തിട്ട് കുറേ എത്തിയപ്പോൾ അതേ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ദേശമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഊണാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല അടിപൊളി ഊണായിരുന്നു ഇവിടുത്തത്. ഇതേ അഖിലേട്ടനൊക്കെ 2-3 വട്ടം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി കറി, എല്ലാ കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാത്തോണെങ്കിൽ ഒന്നും കഴിച്ചില്ല കേട്ടോ, മുടിപോയ വിഷമത്തിലിരിക്കുകയാണ് ഫോൺ നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വെച്ചേ.